പക്ഷെ കുറെ നാളായി താറ് മോഡിഫൈ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് താറ് ഇന്ന് മോഡിഫൈ ചെയ്യണം. മക്കളെ ഒന്ന് വണ്ടി നിർത്തടാ, ഒരു ഹെൽപ്പ് ചെയ്യടാ മുത്തശ്ശന്. അതാരാണ്? എവിടെയോ കേട്ടോ ചീഞ്ഞ സൗണ്ട്. ആ ഇത് നമ്മുടെ വാസുവിന്റെ മുത്തശ്ശനല്ലേ? എന്താ മുത്തശ്ശ കാര്യം? മക്കളെ വേറൊന്നല്ല, ഈ ഒരു കാറേ വെഹിക്കിൾ കസ്റ്റംസിലൊന്ന് കൊണ്ടുപോയിട്ടൊന്ന് മോഡിഫൈ ചെയ്യാൻ പറ്റോ? മുത്തശ്ശന് വയ്യാത്തോണ്ടാടാ. ഇന്നാണെങ്കിൽ എൻ്റെ താറ് മോഡിഫൈ ചെയ്യണം. ആ കുഴപ്പമില്ല മുത്തശ്ശൻ, ഞാൻ എന്തായാലും ഈ ഒരു പോർഷ എന്തായാലും കൊണ്ടുപോയിട്ട് വെഹിക്കിൾ കസ്റ്റംസിൽ കസ്റ്റമൈസേഷൻ ചെയ്തോളാം. എന്നാലും വാസുവിൻ്റെ മുത്തശ്ശൻ എങ്ങനെയാണ് ഈ ഒരു പോർഷ കിട്ടിയത്? അതെന്തെങ്കിലും ആവട്ടെ. അന്നത്തെ വാസുവിൻ്റെ ബിരിയാണി കഥ ഊഫ്. പിന്നെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ആ ഒരു ബിരിയാണി കഥ കാണണമെങ്കിൽ എൻ്റെ ചാനൽ കയറിയിട്ട് ഈ ഒരു വീഡിയോ ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ. അങ്ങനെ വെഹിക്കിൾ കസ്റ്റംസിലെത്തി. എന്തായാലും വാസുവിൻ്റെ മുത്തശ്ശൻ്റെ ഈ ഒരു വണ്ടി എന്തായാലും ഫുൾ അങ്ങോട്ട് മോഡിഫൈ ചെയ്തെടുക്കുക. വണ്ടി ഇപ്പോൾ സെറ്റായി. എന്തായാലും ഈ ഒരു പോർഷെ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചത് എന്തായാലും ആ ഒരു വാസുവിൻ്റെ മുത്തശ്ശന് കൊണ്ടേ കൊടുക്കുക. ഇവിടെ എന്താ പോലീസൊക്കെ വന്നേ? എന്തായാലും ഇറങ്ങിയിട്ട് എന്തായാലും ചോദിച്ചോക്കാം. സാറേ എന്താ സാറേ കുഴപ്പം? അവിടെ സത്യം പറടാ, നീ ഒരു പോർഷ ഒരു ഷോറൂമിൽ നിന്ന് അടിച്ചു മാറ്റിയതല്ലേ? സത്യം പറ. ഞങ്ങൾക്ക് എന്തായാലും ആ ഒരു ഷോറൂമിൽ നിന്ന് കംപ്ലൈൻറ്റ് കിട്ടി ഈ ഒരു പോർഷ കാണാതായിന്ന്. നീ മര്യാദയ്ക്ക് ജീപ്പ് കയറിക്കോ, അല്ലെങ്കിൽ ഞങ്ങൾ നിന്നെ തൂക്കെടുത്തിട്ട് ജയിലിൽ കൊണ്ടുപോകും. അയ്യോ, വാസുവിൻ്റെ മുത്തശ്ശൻ ഇങ്ങനത്തെ ഒരു പണി തരുന്ന ഞാൻ വിചാരിച്ചില്ല. പിന്നെ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടമായി ലൈക്ക് ഷെയർ സബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ എല്ലാവർക്കും ബൈ. എന്നാ സാറേ, ഞാൻ ആ ഒരു പോർഷ എടുത്തിട്ട് വന്നാൽ പോരെ? അയ്യോടാ, മര്യാദയ്ക്ക് ജീപ്പ് കയറിക്കോ.